മോഡലിംഗിന്റെ മറവിലെ സെക്സ് റാക്കറ്റ് കേസിൽ പ്രതി അലീനയുടെ ഭീഷണി സന്ദേശം പുറത്ത്. പണി തരുമെന്നാണ് ഭീഷണി. ഗുണ്ടാനാദേവിന്റെ പേര് പറഞ്ഞും ഭീഷണിയുണ്ട്. ചേച്ചി കൂടെ നിന്നിട്ടുള്ള ഈ എന്ത് തേങ്ങയാവട്ടെ ഒരു കേസ് ഞാൻ ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷെ നമുക്കോ എനിക്കോ ഇപ്പൊ ഇക്കാക്കായാലും എന്ത് പണി എന്തായാലും കള്ളത്തനവും ഉടായ്പൊക്കെ കാണിച്ചാലും നമ്മൾ അണ്ണാക്കി തിരിച്ചു കൊടുക്കും. അത് ഞാൻ ചിലപ്പോൾ വിടുമായിരിക്കും, പക്ഷെ അയാള് അണ്ണാക്കി തരും. അതൊന്ന് ആലോചിച്ച് വെച്ചേക്ക്. ആര്യയുണ്ട് വിവരങ്ങൾ നൽകാൻ. അലീന ആരെയാണ് ഭീഷണിപ്പെടുത്തുന്നത്? നൗഫൽ, ഇപ്പോൾ അതിജീവിതയ്ക്ക് നേരെ വന്ന ഈ ഒരു ഭീഷണി സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്ത് തന്നെ ആയാലും നമുക്കെതിരെ പ്രവർത്തിച്ചാൽ പണി തരും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഭീഷണി സന്ദേശത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ ഇതിനു മുമ്പ് ഒരു ഗുണ്ടാ നേതാവിന്റെ പേരും പറയുന്നുണ്ട്. അവര് അടക്കം ഇതിൽ ചേർന്നുകൊണ്ട് പണി തരും. അപ്പൊ ഗുണ്ടാ നേതാക്കളുമായുള്ള ബന്ധം എന്നുള്ളത് അന്വേഷിക്കുമെന്ന് ഇന്നലെ തന്നെ കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഗുണ്ടാ സംഘങ്ങളുമായിട്ട് കൊച്ചിയിലെ തന്നെ മുഴുവൻ ഗുണ്ടാ സംഘങ്ങളുമായിട്ടുള്ള ബന്ധം അന്വേഷിക്കും. കൂടുതൽ അന്വേഷണം കേരളത്തിലുടനീളം നടക്കും എന്നുള്ളതും ഇന്നലെ കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന്റെ മുഖ്യ സൂത്രധാര ഇപ്പോഴും സിന്ധു ആണ് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അവരെ ഇന്ന് കൊച്ചിയിൽ എത്തിച്ചുകൊണ്ട് ചോദ്യം ചെയ്യും. അതിൽ കൂടുതൽ തെളിവുകൾ ലഭിക്കും എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇവർക്ക് സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളതടക്കം അന്വേഷിക്കാനുണ്ട്. ഇതിൽ സ്വർണ്ണക്കടത്തിന് ഇവരെ അതിജീവിതന്മാരെ ഉപയോഗിച്ചു എന്നതടക്കമുള്ള ഒരു ആരോപണങ്ങൾ പൊതുവെ ഉയരുന്നുണ്ട്. അപ്പോൾ അതിലും ഒരു സംശയം കമ്മീഷനും പ്രകടിപ്പിക്കുകയുണ്ടായി. അതിലുള്ള അന്വേഷണവും നടക്കും എന്ന് തന്നെയാണ് അദ്ദേഹവും വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ 5 പ്രതികളിൽ 3 പ്രതികളാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. അലീന, സിന്ധു, അതുപോലെ തന്നെ മഞ്ജുവ എന്നിവരെയാണ് പിടികൂടിയത്. ഇവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിന്ധുവിനെ ഇന്ന് കൊച്ചിയിൽ എത്തിച്ച ശേഷമായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുക എന്നുള്ളതാണ്. ഇനിയും 2 പേരെ പിടികൂടാനുണ്ട്. അവരെ ദുബായിൽ നിന്നും പിടികൂടാനുള്ള നാട്ടിലെത്തിക്കാനുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ് പോലീസ് കമ്മീഷണറും വ്യക്തമാക്കിയത്. ഇതിൽ കൂടുതൽ ഇരകളും അതുപോലെ പ്രതികളും ഉണ്ടാകുമെന്നുള്ള കാര്യം പോലീസ് കമ്മീഷണർ അടക്കം വ്യക്തമാക്കുന്നുണ്ട്. അപ്പൊ അതിൽ കൂടുതൽ അന്വേഷണം കൊച്ചി കേന്ദ്രീകരിച്ച് മാത്രമല്ല കേരളം മുഴുവൻ കേന്ദ്രീകരിച്ച് നടക്കുമെന്നും വ്യക്തമാക്കുന്നു.